ഹായ് ഓൾ, കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്തെ റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിയമത്തിനു മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 14. പഞ്ചായത്തി രാജ് സംവിധാനത്തിന് ആ പേര് നൽകിയത് ജവഹർലാൽ നെഹ്റു ആണ്. പാർലമെന്റിൽ അംഗമല്ലാത്ത ഒരാൾക്ക് പരമാവധി എത്ര കാലം പ്രധാനമന്ത്രി പദവിയിൽ തുടരാം? 6 മാസം. പാർലമെന്റിൽ അംഗമല്ലാത്ത ഒരാൾക്ക് പരമാവധി 6 മാസം വരെയാണ് പ്രധാനമന്ത്രി പദത്തിൽ തുടരാവുന്നത്. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോകസഭാ സ്പീക്കർ. ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് പഞ്ചായത്ത് രാജിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 11-ാം പട്ടിക. ഭരണഘടനയുടെ ഏതു വകുപ്പ് അനുസരിച്ചാണ് കേന്ദ്ര സർക്കാരിന്റെ നിർവഹണാധികാരം രാഷ്ട്രപതി നിക്ഷിപ്തമായിരിക്കുന്നത്? 53-ാം വകുപ്പ്. ഭരണഘടനയുടെ 53-ാം വകുപ്പ് അനുസരിച്ചാണ് കേന്ദ്ര സർക്കാരിന്റെ നിർവഹണാധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ഭരണഘടനയുടെ ഏതു ഭേദഗതിയിലൂടെയാണ് സ്ത്രീകൾക്ക് സംവരണം പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്? 73-74 ഭേദഗതിയിലൂടെ. ഭരണഘടനയുടെ ഏതു ഭേദഗതിയിലൂടെയാണ് സ്ത്രീകൾക്ക് സംവരണം പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്? 73-74 ഭരണഘടനാ ഭേദഗതിയിലൂടെ. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നിയമത്തിനു മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 14. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ആ പേര് നൽകിയത് ജവഹർലാൽ നെഹ്റു ആണ്. പാർലമെന്റിൽ അംഗമല്ലാത്ത ഒരാൾക്ക് പരമാവധി 6 മാസം വരെ പ്രധാനമന്ത്രി പദവിയിൽ തുടരാം. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോകസഭാ സ്പീക്കർ. ഭരണഘടനയുടെ 11-ാമത്തെ പട്ടികയിലാണ് പഞ്ചായത്ത് രാജിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭരണഘടനയുടെ 53-ാം വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര സർക്കാരിന്റെ നിർവഹണാധികാരം രാഷ്ട്രപതി നിക്ഷിപ്തമായിരിക്കുന്നത്. ഭരണഘടനയുടെ 73-74 ഭേദഗതിയിലൂടെയാണ് സ്ത്രീകൾക്ക് സംവരണം പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സംസ്ഥാന നിയമസഭകളിൽ സംവരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 332. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ലോകസഭയിലുള്ള സംവരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 330. ഇന്ത്യയുടെ ആദ്യത്തെ സോളിസിറ്റർ ജനറലാണ് CK ദഫ്രി. 2 പ്രാവശ്യം ഇന്ത്യയുടെ അറ്റോർണി ജനറലായ വ്യക്തിയാണ് സോളി സൊറാബ്ജി. ഉപലോകായുക്ത രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഗവർണർ. ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ 1/3 അംഗങ്ങൾ എത്ര വർഷം കൂടുമ്പോഴാണ് വിരമിക്കുന്നത്? 2 വർഷം. പട്ടികജാതി പട്ടികവർഗ സംസ്ഥാന നിയമസഭകളിലേക്ക് സംവരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 332. ലോകസഭയിലേക്കുള്ള സംവരണം പ്രതിപാദിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 330. ഇന്ത്യയുടെ ആദ്യത്തെ സോളിസിറ്റർ ജനറൽ CK ദഫ്രി. 2 പ്രാവശ്യം ഇന്ത്യയുടെ അറ്റോർണി ജനറലായ വ്യക്തിയാണ് സോളി സൊറാബ്ജി. ഉപലോകായുക്ത രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ്. ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ 1/3 അംഗങ്ങൾ 2 വർഷം കൂടുമ്പോഴാണ് വിരമിക്കുന്നത്. ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ട് പാസാക്കിയത്? രാജീവ് ഗാന്ധി. സംസ്ഥാനങ്ങളെ നിർവചിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ്? ആർട്ടിക്കിൾ 152. സംസ്ഥാനങ്ങളെ നിർവചിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ 152-ാം അനുച്ഛേദത്തിലാണ്. പൊതു താൽപര്യ ഹർജിയുടെ വിധാതാവ് എന്നറിയപ്പെടുന്ന ന്യായാധിപൻ? PN ഭഗവതി. പൊതു താൽപര്യ ഹർജിയുടെ വിധാതാവ് എന്നറിയപ്പെടുന്ന ന്യായാധിപനാണ് PN ഭഗവതി. മെറിറ്റ് സംവിധാനത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് പബ്ലിക് സർവീസ് കമ്മീഷനാണ്. മെറിറ്റ് സംവിധാനത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ. മേഘാലയ, മണിപ്പൂർ, ത്രിപുര ഹൈക്കോടതികൾ നിലവിൽ വന്ന വർഷമാണ് 2013. മേഘാലയ, മണിപ്പൂർ, ത്രിപുര ഹൈക്കോടതികൾ നിലവിൽ വന്ന വർഷം 2013. ലോകായുക്ത രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഗവർണർക്ക്. ലോകായുക്തയെയും ഉപലോകായുക്തയെയും പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം സംസ്ഥാന നിയമസഭയ്ക്കാണ്. സംസ്ഥാനങ്ങളെ നിർവചിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ 152-ാം അനുച്ഛേദത്തിലാണ്. പൊതു താൽപര്യ ഹർജിയുടെ വിധാതാവ് എന്നറിയപ്പെടുന്ന ന്യായാധിപനാണ് PN ഭഗവതി.
മെറിറ്റ് സംവിധാനത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ. മേഘാലയ, മണിപ്പൂർ, ത്രിപുര ഹൈക്കോടതികൾ നിലയിൽ വന്ന വർഷം 2013. ലോകായുക്ത രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഗവർണർക്ക്. ലോകായുക്തയെയും ഉപലോകായുക്തയെയും പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം സംസ്ഥാന നിയമസഭയ്ക്കാണ്. ലോക്പാൽ എന്ന പദം ആവിഷ്കരിച്ചത് LM സിംഗ്വി. ലോക്പാൽ എന്ന പദം ആദ്യമായി ആവിഷ്കരിച്ചത് LM സിംഗ്വി. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണറെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണറെ നിയമിക്കുന്നത് പ്രസിഡന്റ്. കേരളത്തിന്റെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറലാണ് KV സൂര്യനാരായണ അയ്യർ. കേരളത്തിന്റെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറലാണ് KV സൂര്യനാരായണ അയ്യർ. കേരളത്തിന്റെ ആദ്യത്തെ ലോകായുക്ത ജസ്റ്റിസ് PC ബാലകൃഷ്ണ മേനോൻ. കേരളത്തിന്റെ ആദ്യത്തെ ലോകായുക്ത ജസ്റ്റിസ് PC ബാലകൃഷ്ണ മേനോൻ. സോളിസിറ്റർ ജനറലിന്റെ കാലാവധി 3 വർഷമാണ്. സോളിസിറ്റർ ജനറലിന്റെ കാലാവധി 3 വർഷം. ന്യായ പഞ്ചായത്തുകൾ സ്ഥാപിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് LM സിംഗ്വി കമ്മിറ്റി. ന്യായ പഞ്ചായത്തുകൾ സ്ഥാപിക്കുന്നതിനായി ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് LM സിംഗ്വി കമ്മിറ്റി. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകമാണ് ഗ്രാമസഭ. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമസഭ. ഫിനാൻസ് കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളിയാണ് VP മേനോൻ. ഫിനാൻസ് കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി VP മേനോൻ. ഫിനാൻസ് കമ്മീഷൻ ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്? രാഷ്ട്രപതിക്ക്. ഫിനാൻസ് കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളിയാണ് VP മേനോൻ. ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. സോളിസിറ്റർ ജനറലിന്റെ കാലാവധി 3 വർഷമാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണറെ നിയമിക്കുന്നത് പ്രസിഡന്റും. കേരളത്തിലെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറലാണ് KV സൂര്യനാരായണ അയ്യർ. കേരളത്തിലെ ആദ്യത്തെ ലോകായുക്തയാണ് ജസ്റ്റിസ് PC ബാലകൃഷ്ണ മേനോൻ. ബൽവന്തറായ് മേത്ത കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ജില്ലാ പരിഷത്തിന്റെ അധ്യക്ഷൻ ജില്ലാ കളക്ടറാണ്. ബൽവന്തറായ് മേത്ത കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം ജില്ലാ പരിഷത്തിന്റെ അധ്യക്ഷൻ ജില്ലാ കളക്ടർ. ഭരണഘടനയുടെ 44-ാം ഭേദഗതി മുഖേന ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന വാക്കിന് പകരമായി ചേർത്ത പദമാണ് ആംഡ് റിബല്യൻ. ഭരണഘടനയുടെ 44-ാം ഭേദഗതി മുഖേന ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന വാക്കിന് പകരമായി ചേർത്ത പദമാണ് ആംഡ് റിബല്യൻ. ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് വാർഡ് മെമ്പറാണ്. ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് വാർഡ് മെമ്പറാണ്. 1926 പബ്ലിക് സർവീസ് കമ്മീഷൻ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിലവിൽ വന്നത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്? ലീ കമ്മീഷൻ. 1926 പബ്ലിക് സർവീസ് കമ്മീഷൻ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിലവിൽ വന്നത് ലീ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശ തത്വങ്ങളെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷനുമായി താരതമ്യപ്പെടുത്തിയത് BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശ തത്വങ്ങളെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷനുമായി താരതമ്യപ്പെടുത്തിയത് BR അംബേദ്കർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അസംബ്ലി, ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ലോകസഭ, രാജ്യസഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അസംബ്ലി, ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ലോകസഭ, രാജ്യസഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. യൂണിഫോം സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്. യൂണിഫോം സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ ആരൊപ്പിടുന്നതിലൂടെയാണ് നിയമമായി മാറുന്നത്? ഗവർണർ. നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ ഗവർണർ ഒപ്പിടുന്നതിലൂടെയാണ് നിയമമാകുന്നത്. നിയമസഭ പിരിച്ചുവിടാനുള്ള അധികാരം ഗവർണർക്കാണ്. നിയമസഭാംഗങ്ങളുടെ എണ്ണം ഏറ്റവും കുറവുള്ള ഭരണഘടകമാണ് പോണ്ടിച്ചേരി. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തത്? 42-ാം ഭേദഗതി. 1976 42-ാം ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തത്. ഭാരത സർക്കാരിന്റെ എല്ലാ പ്രവൃത്തികളും ആരുടെ പേരിലാണ് നടത്തുന്നത്? രാഷ്ട്രപതി. പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ്. പ്രസിഡന്റിന്റെ പദവിയിൽ നിന്നും നീക്കം ചെയ്യുന്ന നടപടിയാണ് ഇംപീച്ച്മെന്റ്. പ്രസിഡന്റിനെ പദവിയിൽ നിന്നും നീക്കം ചെയ്യുന്ന നടപടിയാണ് ഇംപീച്ച്മെന്റ്. ഭാരത സർക്കാരിന്റെ എല്ലാ പ്രവൃത്തികളും പ്രസിഡന്റിന്റെ പേരിലാണ് നടത്തുന്നത്. പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതും പ്രസിഡന്റാണ്. മന്ത്രിസഭാംഗങ്ങളെ നിയമിക്കുന്നതും അറ്റോർണി ജനറലിനെ നിയമിക്കുന്നതും പ്രസിഡന്റാണ്.
മന്ത്രിസഭാംഗങ്ങളെ നിയമിക്കുന്നതും അറ്റോർണി ജനറലിനെ നിയമിക്കുന്നതും പ്രസിഡന്റ്. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിയിലൂടെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഉറപ്പാക്കപ്പെടുന്നത് രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്നത് രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിച്ചിരിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 24. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റാണ് ഡോക്ടർ രാധാകൃഷ്ണൻ. ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ നിയമിക്കുന്നതും പ്രസിഡന്റ്. ഗവർണറെ നിയമിക്കുന്നതും പ്രസിഡന്റാണ്. മന്ത്രിസഭാംഗങ്ങളെയും അറ്റോർണി ജനറലിനെയും ഇലക്ഷൻ കമ്മീഷണറെയും CAGയെയും ഗവർണറെയും നിയമിക്കുന്നത് പ്രസിഡന്റ്. സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. ഇന്ത്യയിലെ ഒന്നാമത്തെ പൗരനാണ് പ്രസിഡന്റ്. നിയമസഭാംഗങ്ങളുടെ എണ്ണം ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് സിക്കിം. ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. നിയമസഭാംഗം അവതരിപ്പിക്കുന്ന ബില്ല് എത്ര വായനയിലൂടെയാണ് കടന്നുപോകുന്നത്? 3 വായനയിലൂടെ. നിയമസഭാംഗം അവതരിപ്പിക്കുന്ന ബിൽ 3 വായനയിലൂടെ കടന്നുപോകുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ട തീയതിയാണ് 1946 ഡിസംബർ 6. 1946 ഡിസംബർ 6-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിക്കപ്പെട്ടത്. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ഗവർണറാണ്. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ഗവർണർ. മൗലികാവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ അവയുടെ സംരക്ഷണത്തിന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. റിട്ട് എന്ന ആശയം ആദ്യമായി ഇന്ത്യ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നുമാണ്. ഹൈക്കോടതികൾ റിട്ടുകൾ പുറപ്പെടുവിപ്പിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 226. സംസ്ഥാന നിയമസഭകളിൽ ആംഗ്ലോ ഇന്ത്യൻ സമുദായ പ്രാതിനിധ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 333. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 243K. ആർട്ടിക്കിൾ 243K ആണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 300A. മൗലികാവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ അവയുടെ സംരക്ഷണത്തിന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് റിട്ടുകൾ എന്ന് വിളിക്കുന്നത്. റിട്ട് എന്ന ആശയം ആദ്യമായി കടമെടുത്തിരിക്കുന്ന രാജ്യം ബ്രിട്ടനാണ്. ഹൈക്കോടതികൾ റിട്ട് പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 226. സംസ്ഥാന നിയമസഭകളിൽ ആംഗ്ലോ ഇന്ത്യൻ സമുദായ പ്രാതിനിധ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 333. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷനാണ് മുഖ്യമന്ത്രി. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 243K. സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 300A. ഹിന്ദിയുടെ പ്രചരണം ഇന്ത്യൻ യൂണിയന്റെ ഉത്തരവാദിത്വമാക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 351. ഹിന്ദിയുടെ പ്രചരണം ഇന്ത്യൻ യൂണിയന്റെ ഉത്തരവാദിത്തമാക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 351. ലോകസഭയിൽ ആംഗ്ലോ ഇന്ത്യൻ സമുദായ പ്രാതിനിധ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 331. ഓർത്തുവയ്ക്കണം, ലോകസഭയിൽ ആംഗ്ലോ ഇന്ത്യൻ സമുദായ പ്രാതിനിധ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 331. വോട്ടർ പട്ടികയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 325. സ്റ്റേറ്റ് എന്ന പദത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 12. സ്റ്റേറ്റ് എന്ന പദത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 12. തിരഞ്ഞെടുപ്പിൽ പരാജിതനായ ആദ്യ മുഖ്യമന്ത്രിയാണ് ഷിബു സോറൻ. തിരഞ്ഞെടുപ്പിൽ പരാജിതനായ ആദ്യ മുഖ്യമന്ത്രി ഷിബു സോറൻ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത് CAG ആണ്. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത്. പാർലമെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് പാസാക്കിയ വർഷം 1985 ആണ്. ഭാരത സർക്കാരിന്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത് അറ്റോർണി ജനറൽ. ഭാരത സർക്കാരിന്റെ മുഖ്യ നിയമോപദേഷ്ടാവാണ് അറ്റോർണി ജനറൽ.
മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് മനുഷ്യാവകാശ കമ്മീഷനാണ്. മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ മനുഷ്യാവകാശ കമ്മീഷൻ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 323A. ആർട്ടിക്കിൾ 323A ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. ആദ്യമായി പാർലമെന്റിൽ ലോക്പാൽ ബില്ല് അവതരിപ്പിച്ച വർഷമാണ് 1968. ആദ്യമായി പാർലമെന്റിൽ ലോക്പാൽ ബില്ല് അവതരിപ്പിച്ച വർഷം 1968. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് വകുപ്പിന്റെ തലവനാണ് CAG. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് വകുപ്പിന്റെ തലവൻ CAG. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോടതി നിലവിൽ വന്നത് മാൾഡയിലാണ്. ബംഗാളിലെ മാൾഡയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോടതി നിലവിൽ വന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ CAG എന്നറിയപ്പെടുന്നത് V. നരഹരി റാവു ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ് V. നരഹരി റാവു. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോടതി ബംഗാളിലെ മാൾഡ. ഇന്ത്യയുടെ ആദ്യത്തെ സോളിസിറ്റർ ജനറലാണ് CK ദഫ്തരി. ഇന്ത്യയിലെ ആദ്യത്തെ സോളിസിറ്റർ ജനറലാണ് CK ദഫ്തരി. 2 പ്രാവശ്യം ഇന്ത്യയുടെ അറ്റോർണി ജനറലായ വ്യക്തിയാണ് സോളി സൊറാബ്ജി. ഉപലോകായുക്ത രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ്. ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ 1/3 അംഗങ്ങൾ എത്ര വർഷം കൂടുമ്പോഴാണ് വിരമിക്കുന്നത്? 2 വർഷം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം നാട്ടുരാജ്യങ്ങളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 70 പേർ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജന ശേഷം ഉണ്ടായിരുന്നത് 299 പേരായിരുന്നു. നാട്ടുരാജ്യങ്ങളിൽ നിന്നും 70 പേർ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിനു ശേഷം ഗവർണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 226. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിനു ശേഷം ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 3 പേർ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്ത വനിതയാണ് ആനി മസ്കറിൻ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളുടെ എണ്ണം 22 ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളുടെ എണ്ണം 22. ഭരണഘടനാ നിർമ്മാണ സഭയിൽ യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രതിനിധാനം ചെയ്ത വ്യക്തിയാണ് ജോൺ മത്തായി. ഭരണഘടനാ നിർമ്മാണ സഭയിൽ യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രതിനിധാനം ചെയ്ത മലയാളിയാണ് ജോൺ മത്തായി. അമേരിക്കൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ബിൽ ഓഫ് റൈറ്റ്സ്. അമേരിക്കൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ അറിയപ്പെടുന്നത് ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ്. ആധുനിക ജനാധിപത്യത്തിന്റെ ജന്മഗൃഹം എന്നറിയപ്പെടുന്നത് ബ്രിട്ടനാണ്. ആധുനിക ജനാധിപത്യത്തിന്റെ ജന്മഗൃഹം എന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ. ഇന്ത്യയിൽ നിയമദിനം ആചരിക്കുന്നത് നവംബർ 26-നാണ്. 2ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷനാണ് K. സന്താനം. ഇന്ത്യയിൽ നിയമദിനം ആചരിക്കുന്നത് നവംബർ 26-നാണ്. 2ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ K. സന്താനം. ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് കോടതി വിധിച്ചത്? 1960-ലെ ബേരുബാറി കേസ്. ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് കോടതി വിധിച്ചത്? 1960-ലെ ബേരുബാറി കേസിലാണ്. വധശിക്ഷ വിധിക്കാൻ അധികാരപ്പെട്ട കോടതിയാണ് സെഷൻസ് കോടതി. വധശിക്ഷ വിധിക്കാൻ അധികാരപ്പെട്ട കോടതി സെഷൻസ് കോടതി. ജനാധിപത്യത്തിന്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഗ്രീസാണ്. ജനാധിപത്യത്തിന്റെ തൊട്ടിൽ ഗ്രീസ്. പാവപ്പെട്ടവർക്ക് നിയമസഹായം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 39A. പുരാതന സ്മാരകങ്ങളുടെ സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 49. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന പരിശോധിക്കുന്നതിന് കേന്ദ്ര സർക്കാർ 1948-ൽ നിയോഗിച്ച കമ്മിറ്റിയാണ് SK ദർ കമ്മിറ്റി. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന പരിശോധിക്കുന്നതിന് കേന്ദ്ര സർക്കാർ 1948-ൽ നിയോഗിച്ച കമ്മിറ്റിയാണ് SK ദർ കമ്മിറ്റി. അടിമത്തം നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 23 ആണ്. ആർട്ടിക്കിൾ 23 ആണ് അടിമത്തം നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ബാലവേല നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 24. ബാലവേല നിരോധിക്കുന്നത് ആർട്ടിക്കിൾ 24 പ്രകാരമാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് 29-ാം അനുച്ഛേദം. ആർട്ടിക്കിൾ 29 പ്രകാരമാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നത്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് കോടതിയാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ കോടതി.
ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ലെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 20. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ലെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 20. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 21. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 21. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 21. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 21. നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രസ്താവിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ 14. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം, ഗ്രാമം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ലെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 15. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 15. ദേശീയ മുദ്ര ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത് 1950 ജനുവരി 26. ദേശീയ മുദ്രയിലെ കാണപ്പെടുന്ന മൃഗങ്ങളാണ് സിംഹം, കാള, കുതിര, ആന. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് NA പൽക്കിവാല. ഭരണഘടനയുടെ താക്കോൽ എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ ആണ്. ഭരണഘടനയുടെ താക്കോൽ എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഠാക്കൂർദാസ് ഭാർഗവ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഠാക്കൂർദാസ് ഭാർഗവ്. ഏകപൗരത്വം എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? ബ്രിട്ടൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്ത് 12 മുതൽ 35 വകുപ്പുകൾ എന്തിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു? മൗലികാവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്ത് 12 മുതൽ 35 വരെയുള്ള വകുപ്പുകൾ മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് USA-യിൽ നിന്നുമാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഭരണഘടനാ ഷെഡ്യൂളുകളുടെ എണ്ണം 8 ആണ്. ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഷെഡ്യൂളുകളുടെ എണ്ണം 8. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന തീയതിയാണ് 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന പ്രകാരം മതസ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 25. മതസ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 25. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം ഉൾപ്പെടുന്നത്? കൺകറന്റ് ലിസ്റ്റ്. ഇന്ത്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് തലവനാണ് പ്രസിഡന്റ്. ഇന്ത്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് തലവൻ എന്നറിയപ്പെടുന്നത് പ്രസിഡന്റ് ആണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണഘടനാ ഭാഗമാണ് ആമുഖം. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണഘടനാ ഭാഗമാണ് ആമുഖം. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഠാക്കൂർദാസ് ഭാർഗവ്.